ഗുഡ് മോർണിംഗ്. ഇന്ന് ഡാർജിലിംഗിൽ ഡേ 5 ആണ്. ഇതെൻ്റെ സിക്കിം ഡയറിയുടെ ലാസ്റ്റ് പാട്ടാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു തുടങ്ങി, അത്യാവശ്യം പ്രതികരിച്ചു തുടങ്ങിയെന്ന്. കഴിഞ്ഞില്ലേ? അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ അകത്തേക്ക് കയറ്റിയിട്ട് കഞ്ചൻജുങ്ക മൗണ്ടൻ റേഞ്ചസ് കാണാൻ പോയി. ദ വേൾഡ്സ് 3rd ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ആണത്രേ. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ 9th-ലോ 10th-ലോ അങ്ങോട്ട് പഠിച്ച ഒരു ചെറിയ ഓർമ്മയുണ്ട് കേട്ടോ. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ കാണാൻ. ഇതാണ് കേട്ടോ ബറ്റാസിയ ലൂപ്പ്. ഇവിടെ കുറേ പഴയ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. രാജേഷ് ഖന്നയുടെ ആരാധന, പിന്നെ നമ്മുടെ മേഹൂന, ബർഫി, ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണത്രേ. പണ്ടത്തെ ഒരു മെയിൻ ഫിലിം സ്പോട്ടായിരുന്നു അത്ര ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗൂർഖ വാർ മെമ്മോറിയൽ കൂടിയുണ്ട് കേട്ടോ. രാജ്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കുറേ ഗൂർഖ സോൾജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ്. എല്ലാ സോൾജേഴ്സിൻ്റെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ട്രെയിനൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് നേരെ പോയത് ഹിമാലയൻ മൗണ്ടനറി ഇൻസ്റ്റിറ്റ്യൂട്ട്, HMI. ഇന്ത്യയിലെ തന്നെ ഒരു പ്രീമിയർ മൗണ്ടനറി ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ്. ഫോട്ടോഗ്രാഫി ഓഫ് കോഴ്സ് അവിടെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. നല്ലൊരു വലിയ മ്യൂസിയം ഉണ്ട് കേട്ടോ അവിടെ. സർ എഡ്മണ്ട് ഹിലേരി, പിന്നെ ടെൻസിങ് നോർഗെ, ഇവരുടെയൊക്കെ ഓരോ എക്യുപ്മെൻറ്റ്സ്, അവരുടെ ഡ്രസ്സ്, അവരുടെ പാത്രങ്ങൾ, അവർക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങൾ ഒക്കെ നമുക്ക് ആ മ്യൂസിയത്തിൽ കാണാം കേട്ടോ. കുറേ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു സ്കെയിൽ ദ 7 സബ്മിറ്റ്സ് ആരാ? പ്രേമലത അഗർവാൾ. അതും അവരുടെ 48ാമത്തെ വയസ്സിലാണത്രേ. ഞാൻ എന്നോട് തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കി നിന്ന് പോയ ഒരു നിമിഷമായിരുന്നു കേട്ടോ അത്. അവിടെ എഡ്മണ്ട് ഹിലേരിയുടെ ഒരു വലിയ പ്രതിമയുണ്ട്. അവരത് എത്ര വൃത്തിയിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കണതെന്നറിയോ? തൊട്ടടുത്ത് തന്നെ ടെൻസിങ് നോർഗയുടെ സമാധിയും കൂടി ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഗ്രേവും കൂടി ഉണ്ട് അവിടെ. പിന്നെ ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു എമ്മണ്ടൻ റോക്ക് കാണാം. അവിടുത്തെ ഗവൺമെൻറ് ടെൻസിങ് നോർഗയ്ക്ക് ഒരു ട്രിബ്യൂട്ടായിട്ട് ആ റോക്കിനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ HMI പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വലിയൊരു സുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ. നമുക്ക് പിന്നെ ഈ മൃഗങ്ങളെ ഈ കൂട്ടിലിട്ട് വളർത്തുന്നതോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യാൻ പോയില്ല. അപ്പോൾ ഒരു വെള്ളപ്പുലീനെയും ഒരു വെള്ളക്കുറുക്കനെയൊക്കെ കണ്ടു അവിടെ. അവർക്കൊക്കെ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. ജാപ്പനീസ് ടെമ്പിൾ. വലിയ വർത്തമാനമൊന്നും അവിടെ ചെന്ന് പറയാൻ പാടില്ല. പോവുക, തൊഴുക, പോരുക, അത്രേ പാടുള്ളൂ. പിന്നെ അവിടുത്തെ ലോക്കൽ സ്ട്രീറ്റ്സ് ഒന്ന് ഇറങ്ങി നടന്നു. ഗ്ലിനറീസിൻ്റെ പേസ്ട്രി ഷോപ്സ് അവിടെ കാണാം. ഒരു 10-25 പലതരത്തിലുള്ള പേസ്ട്രീസ് അവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് പേസ്ട്രീസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ ആസ്വദിച്ച് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ബാക്കിയുള്ള ഷോപ്സും ഒക്കെ ഇറങ്ങി നടന്നു. പിന്നെ നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയി. നാളെ ഇറങ്ങണ്ടേ? അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡേ 6 ആണ്. അപ്പോൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ താഴെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പെട്ടികളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. പോകുന്നത് നമ്മുടെ പഴയ ബഗ്ഡോദ്ര എയർപോർട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള ടീ എസ്റ്റേറ്റ്സ് കാണാം കേട്ടോ. ആസ്വദിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ മൂന്നാറിനെ പറ്റിയിട്ടും കൊടൈക്കനാലിനെ പറ്റിയിട്ടും ഒരു 5 മാർക്കിൻ്റെ എസ്സേ പോലെ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ എന്താ അറിയില്ല, ആ ചേട്ടൻ എയർപോർട്ടിൽ എത്തണ വരെ അധികം സംസാരിച്ചിട്ടില്ല. അങ്ങനെ ബഡ്ഗോദര എയർപോർട്ടിലെത്തി. പിന്നെ അവിടുന്ന് നേരെ പോണത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ നിന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ടു നെടുമ്പാശ്ശേരി. അങ്ങനെ ഫൈനലി കൊച്ചി എത്തി. പാതിരാത്രി ആയിട്ടോ കുടുംബത്തിൽ കയറി ചെന്നപ്പോൾ. പിറ്റേ ദിവസം രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് എൻ്റെ പച്ചക്കറി തോട്ടത്തിലും എൻ്റെ പൂക്കളും ഒക്കെ ഒന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഒന്ന് ഉഷാറായത്. പിന്നെ ഞാൻ അവിടുന്ന് മേടിച്ച 2-3 ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ കൊണ്ട് വെച്ചൊന്നും ഒരു പിടിയില്ല. അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എല്ലാം ഒന്ന് നിരത്തി വെച്ചപ്പോഴാണ് കേട്ടോ തൃപ്തിയായത്. ഇനി ഞാൻ എൻ്റെ പഴയ ട്രാക്കിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.